എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മൂന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ആണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കോഴി നല്ലോണം കരയുക. കോഴി കരയരുതെന്ന് പ്രാർത്ഥിക്കാൻ ഇൻട്രൊഡക്ഷനിൽ. അപ്പോൾ പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഞാൻ ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് എത്തി. ശരത്തേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന്. പിന്നെ കണ്ണിന് ചെറിയൊരു വീക്കം പോലെ ഒരു കുരു പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അപാകത തോന്നുന്നു. ഇന്നലെ ഉണ്ടായതാ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്യും. പിന്നെന്താണ്, പിന്നെ വേറെ വിശേഷങ്ങൾ, നമ്മളിപ്പോൾ വീക്കിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കരയട്ടെ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. പറയണം, രാവിലെ ശരത്തേട്ട് എണീറ്റു. നല്ല ഗുഡ് ബോയ് ആണ്. VMC ഗ്രൗണ്ടിൽ പോയി. എത്ര റൗണ്ട് ഓടി? 5 റൗണ്ട് ഓടി. പിന്നെ രാവിലെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശരത്തേട്ടൻ പോയി അല്ലേ? വന്നില്ല. എനിക്കിവിടെ നല്ല പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഡയലോഗ് അടിച്ച് നിൽക്കുന്ന ആളാണ് ലച്ചു. പ്രധാന താരം. മോട്ടിവേഷൻ. അതെ, ഇന്നലെ രാത്രി എന്താ പറഞ്ഞ ശരത്തേട്ടാ? 5:30 6 മണിക്ക് പോകണം. 6 മണിക്ക്. നമ്മള് ഫസ്റ്റ് പ്രാർത്ഥനയിലൂടെയാണ് കേട്ടോ തുടങ്ങിയ. ശരത്തേട്ടൻ വിളക്ക് വെച്ചിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ചായ കുടിക്കണം. ഓക്കെ. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ അമ്മമ്മ ഇന്നലെ എത്തി, ഞാനും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം അല്ലേ? ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാം. കണ്ണ് ഭയങ്കര ബോറായിട്ടുണ്ടല്ലേ? ശരത്തേനും കണ്ണിന് പ്രശ്നമാണ്. ശരത്തേന് എന്താ പറ്റിയറിയില്ല. എനിക്ക് അലർജി ആയതാ തോന്നുന്നുണ്ട്, പൊടിയൊക്കെ തട്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല. കടലയും ഒരു ബൂസ്റ്റും, അതാണ് അല്ലേ? ഓക്കെ. അച്ചു ഇനി സംസാരിക്കില്ല. അപ്പോ ശരത്തേട്ടൻ പറഞ്ഞു നമുക്ക് ഗാർഡൻ കാണാൻ പോവാന്ന് അല്ലേ? ശരത്തേട്ടൻ നല്ല ടയേർഡാണ്. ഗ്രൗണ്ടിൽ ഓടിയിട്ടാണ്. അതെ, അല്ല കേട്ടോ. അച്ഛൻ അധികം ഇവിടെ ഇങ്ങനത്തെ പൂക്കളൊക്കെ തെച്ചിണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈന്റെ ഒരു ചെടി ഉണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. എങ്ങോട്ടാ റെഡി ആയിട്ടുള്ളത്? ഒരു സ്ഥലത്തേക്ക് പോവാണ്. ശരിക്കും എന്റെ കണ്ണിനാണ് പ്രശ്നം. പക്ഷെ ഇവിടെ അതിലേറെ സീരിയസ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ശരത്തേട്ടനാണ് ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോണത്. ശരത്തേട്ടന്റെ കണ്ണില് ചെറുതായിട്ടൊരു എന്താണ് കരട് പോയൊരു ഇതല്ലേ, അസ്വസ്ഥത. അതെ, ഇന്നെ കാണിക്കണില്ല കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ചൂടുകുരു ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ കാണിക്കാം അല്ലേ ശരത്തേട്ട? അറിയണി ഡോക്ടറെ കാണിക്കാൻ. ലച്ചുമാം, അച്ചു വെറുതെ എന്തിനാണ് പോയിരിക്കുന്നത്? ഇവരെങ്ങനെ വെറുതെ വിട്ടാ ശരിയായില്ല. കണ്ണ് സീനാവട്ടെ ശരത്തേട്ടാ. നിന്നെ പിടിച്ച് കെടുത്തോ? കുട്ടീനെ കണ്ടിട്ട് എന്താ പറഞ്ഞിട്ട്? അതെ, ഞാൻ ശരിയില്ല. അച്ഛനും കണ്ണിന് പ്രശ്നം. കണ്ണടയൊക്കെ ചെറിയ എനിക്ക് പേടിയായിട്ട് വെച്ചതാ. എന്തെങ്കിലും വന്നാലും അച്ഛ ശരത്തേന്റെ കണ്ണട അടിച്ചു മാറ്റി. ശരത്തേട്ട കണ്ണട എടുത്ത് വെച്ചോളൂ. ഞാൻ കൊടുക്കില്ല. രാവിലെ വന്ന ഗ്രൗണ്ട് ഇവിടെ ലയൺസ് ക്ലബിന്റെ ഇതൊക്കെ ഉണ്ട്, ഓപ്പൺ ജിമ്മൊക്കെ. അപ്പൊ വണ്ടൂരിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലെത്തി. മാളിലാണ് നമ്മൾ വന്നത്. പക്ഷെ മാളിലല്ല, പാർക്ക് ചെയ്യാൻ വന്നിരിക്കാണ്. അതെ, ശരത്തേന് ഡ്രോപ്സ് എന്തെങ്കിലും. അപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി. ലച്ചു, ശരത്തേന് ചെറിയൊരു കണ്ണിന് കരട്. അതെ,
ശരത്തിന് ചെറിയൊരു കരട് ഉണ്ടായിരുന്നു അല്ലേ, അപ്പൊ അത് ജസ്റ്റ് അവരൊന്ന് സ്ക്രാച്ച് ചെയ്തെടുത്തു. നമ്മള് വീട്ടിലെത്തിയില്ല ചുമ്മാ ഒരു ലോഡ് പൊതിയുണ്ട്. അതെ, മെഡിസിൻസ് ഉണ്ട്. നേരെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. സാമ്പാറ്, മോരുകറി, പിന്നെ കോവയ്ക്ക ഉപ്പേരി, അവിയല്, ഇതിന്റെ ഫേവറേറ്റ് ആണ് വഴുതനങ്ങ ഫ്രൈ, ചോറ്. അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മള് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, അപ്പൊ നമ്മള് കുറച്ചിവിടെ സൈഡാക്കി. പിന്നെ ശരത്തേട്ടാ, നമ്മള് കാണാത്തൊരു പരിപാടി കാണാൻ പോവാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ശരത്തേട്ടൻ ഫസ്റ്റ് ടൈമാണ് അഖണ്ഡനാമം കാണുന്നത് അല്ലേ? അതെ, നമുക്ക് നോക്കാം എന്താ സംഭവം. എങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേഗം പോവാം. അഖണ്ഡനാമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി. ഇനി ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാണ്ട്. കറി ഉണ്ടാക്കിയിട്ട് ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. അങ്ങനെയൊക്കെയാണ്. ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം കറി പോയിട്ട് ഉണ്ടാക്കി. പിന്നെ അമ്മ ഭൂരി ഉണ്ടാക്കി. അച്ഛൻ എന്തൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി, ടൊമാറ്റോ ഗ്രേവി. പിന്നെ ഇത് ഇഷ്ടം ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കി. അപ്പോൾ ഇത് നമ്മൾ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. അപ്പം അമ്മമ്മയ്ക്ക് നമുക്ക് ഫസ്റ്റ് സെർവ് ചെയ്ത് കൊടുക്കാം. അമ്മമ്മ കഴിക്കൂ. ഇഷ്ടമായ പറയണം. കഴിക്കൂ. ഹായ്. ഇത് അച്ഛനുണ്ടാക്കിയ കറി, ഇത് ഞാൻ ഉണ്ടാക്കിയ കറി. അച്ഛനുണ്ടാക്കിയ കറി ടേസ്റ്റ് ചെയ്തു. സത്യം പറയണോ? സത്യം. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടിച്ചു പോയിന്നാ തോന്നുന്നത്. നല്ലൊരു ഇതായിട്ടുണ്ട്. പോട്ടെ, ഇനി ഓയിൻമെന്റ് ഒക്കെ തേക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. പോട്ടെ, കോഴിക്കും കരയണ്ടേ. അതിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കരയട്ടെ. സ്വാഗതം. കോഴിക്ക് വേറെ പണിയില്ല.